റാങ്കിങ് ലെക്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് പോകുന്നത്. സോ നമ്മുടെ S5 2024 സ്കീമിൻ്റെ ഒരു സബ്ജക്റ്റാണ് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കോഡ് വന്നിട്ട് PCCST 501 ആണ്. സോ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സമയത്ത് രണ്ടോ അതിലധികം കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റിസോഴ്സസ് ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ അതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ S5 ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ നമ്മുടെ അതിലെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കതിന് C മാർക്ക് വരുന്നത് 40 ആണ്. അതുപോലെ നമ്മൾ റിട്ടേണിൽ എഴുതി വാങ്ങേണ്ട മാർക്ക് എന്ന് പറയുന്നത് 60 ആണ്. നമ്മുടെ എക്സാം ഹവേഴ്സ് എന്ന് പറയുന്നത് 2.5 hours ആണ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. നമുക്ക് കോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് തിയററ്റിക്കൽ ആണ് മെയിൻലി. ഓക്കെ, നമ്മുടെ ക്രെഡിറ്റ്സ് വരുന്നത് 4 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു കോഴ്സിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ ആണ്. നമ്മളിവിടെ പറഞ്ഞു നമുക്ക് C മാർക്ക് 40 ഉണ്ടെന്നല്ലേ. സോ അതിൽ നമ്മുടെ 5 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അറ്റൻഡൻസ് ആണ്. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സിൽ പ്രോപ്പർലി പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 5 മാർക്ക് ഷുവർലി നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ മാക്സിമം ആ 5 മാർക്ക് മേടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇനി നമ്മുടെ അസൈൻമെന്റ് ആണ്, നമ്മുടെ പ്രോജക്റ്റ് കാര്യങ്ങൾ, അതിൻ്റെ അസൈൻമെന്റ് ആണ് നമുക്ക് 15 മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അസൈൻമെന്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അത് പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ കറക്റ്റ് ടൈമിൽ തന്നെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്സും കൂടി നിങ്ങളെ കൈ കിട്ടും. അങ്ങനെ 20 മാർക്സ് ടോട്ടലി ഇപ്പം നിങ്ങളുടെ കയ്യിലേ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, നമ്മുടെ 2 ഇന്റേണൽ എക്സാമിനേഷൻസ് ഉണ്ട്. സോ അതിൽ രണ്ടിലും ഫസ്റ്റ് ഇന്റേണൽ എക്സാമിന് 10 ആൻഡ് സെക്കൻഡ് ഇന്റേണൽ എക്സാമിന് 10, അങ്ങനെ 20 മാർക്ക്. സോ നമുക്ക് ടോട്ടലി എത്ര കിട്ടും, 40 മാർക്സ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പർലി ക്ലാസ്സിൽ പോകണം, അതുപോലെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി നിങ്ങൾ എത്തിക്കണം. അതേപോലെ നമ്മുടെ ഇന്റേണൽ എക്സാമിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 40 മാർക്സ് നിങ്ങളുടെ കയ്യിലാണ്. ബാക്കി 60 മാർക്സ് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, അതായത് നമ്മുടെ ഫൈനൽ എക്സാമിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ട് A സെക്ഷനും വരുന്നുണ്ട്, അതേപോലെ പാർട്ട് B സെക്ഷനും വരുന്നുണ്ട്. അങ്ങനെ 2 സെക്ഷൻസിലാണ് നമ്മുടെ എക്സാമിനേഷൻ്റെ ആ ഒരു സെക്ഷൻസ് വരുന്നത്. നമ്മുടെ പാർട്ട് A എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 4 മൊഡ്യൂളാണുള്ളത്. ആ 4 മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും നമുക്ക് എത്ര മാർക്കാണ് വരിക, 3 മാർക്സ് റൗണ്ട് ചെയ്തിട്ടാണ്. അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ടോട്ടൽ നമുക്ക് 24 മാർക്സ് നമ്മുടെ പാർട്ട് A നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ പാർട്ട് B നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 9 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് വരും, 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 3 സബ് ഡിവിഷൻസ് വരാം. സോ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ടോട്ടൽ 4 മൊഡ്യൂളാണ്. സോ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 36 മാർക്ക് കിട്ടും. അങ്ങനെ ഫൈനലി നമുക്ക് 60 നമുക്ക് അവിടെ റിട്ടേൺലി നമ്മൾ എഴുതി വാങ്ങിക്കുകയാണ്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മുടെ 24 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് Aയും 36 മാർക്ക് നമ്മുടെ പാർട്ട് B സെക്ഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 60 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, സോ ഇനി നമ്മുടെ മൊഡ്യൂൾസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊഡ്യൂൾ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ ഈ ബേസിക് സ്ട്രക്ചറാണ്. നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ബേസിക് സ്ട്രക്ചർ കാര്യങ്ങൾ എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ നെറ്റ്വർക്ക് എന്തൊക്കെയാണ്, പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി നമ്മുടെ മൊഡ്യൂൾ 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് വഴി, നമ്മുടെ ആ ഒരു നെറ്റ്വർക്ക് വഴി നമ്മുടെ ആ ഒരു ഡാറ്റ നമ്മൾ ഷെയർ ചെയ്യാണ്. അപ്പം നമ്മൾ അത് സെക്യൂർ ആയിട്ട് എങ്ങനെയാണ് അത് ഷെയർ ചെയ്യുന്നത്, അതിൻ്റെ പാത്ത് അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻസ് ആണ് നമ്മൾ മൊഡ്യൂൾ 2 നമ്മൾ ഓവറോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയേഴ്സ്, അപ്പം നമ്മുടെ ആ ഒരു നമുക്കൊരു സാധനം നമ്മളത് ഷെയർ ചെയ്യണം. അപ്പോൾ ആ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സെക്യൂരിറ്റിയും അതിൻ്റെ ആ റൂട്ട് പാത്ത് എങ്ങനെയാണ് അത് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നമ്മുടെ മൊഡ്യൂൾ 3 ആവുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താണ്, നമ്മുടെ ലോക്കൽ നെറ്റ്വർക്കിൽ നമ്മുടെ ആ ഒരു ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മൊഡ്യൂൾ 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ ഡാറ്റയുടെ ആ ഒരു നമ്മുടെ ഡാറ്റയുടെ ഫിസിക്കൽ മീഡിയം അതിൻ്റെ പാത്വേ എങ്ങനെയാണ്, അതേപോലെ നമ്മുടെ ആ ഒരു മെമ്മറി മാനേജ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്, അതായത് എങ്ങനെയാണ് ആ ഒരു മാനേജിങ് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു പാത്വേ പോകുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ
മൊഡ്യൂൾ 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി അതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആണ്. സോ നമ്മുടെ മൊഡ്യൂൾ 1 നോക്കുന്ന സമയത്ത് അതിൻ്റെ വെബ് ബ്രൗസിങ് എന്താണ്, അതിൻ്റെ ഫയൽ ട്രാൻസ്ഫർ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം, അതുപോലെ ഇമെയിൽ സിസ്റ്റം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 1 നമ്മൾ നോക്കുന്ന സമയത്ത്. നമ്മുടെ മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ റിലയബിൾ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഫാസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ, ക്ലയൻറ്റ് സെർവർ ആപ്സ്, ഇൻ്റർനെറ്റ് റൂട്ടിങ്, ക്വാളിറ്റി ഓഫ് സർവീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ ആ ഒരു സാധനം നമ്മൾ സേഫ് ആയിട്ട് അതിൻ്റെ റൂട്ടിലോട്ട് എങ്ങനെ അത് പോകുന്നതിൻ്റെ പാത്ത് വേ എന്നുള്ളതാണ്. സോ അതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. നമ്മൾ ബാങ്കിങ് അല്ലെങ്കിൽ വെബ് ആപ്സ്, അതുപോലെ വീഡിയോ കോൾസ്, അതേപോലെ റൂട്ടേഴ്സ്, സ്ട്രീമിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 3 നോക്കുന്ന സമയത്ത് എതർനെറ്റ് ഇൻ ഓഫീസ് ആയിട്ട് നമ്മുടെ ലാൻ നെറ്റ്വർക്ക്, വൈഫൈ കണക്ടിവിറ്റി, ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ നെറ്റ്വർക്കിംഗ് ആൻഡ് നെറ്റ്വർക്ക് ഹാർഡ്വെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അതുപോലെ നമ്മുടെ മൊഡ്യൂൾ 4 നോക്കുകയാണെങ്കിലോ നെറ്റ്വർക്ക് മോണിറ്ററിംഗ്, ഡാറ്റ എൻകോഡിങ്, ഫൈബർ ഒപ്റ്റിക്സ്, സിഗ്നൽ ട്രാൻസ്മിഷൻ ആൻഡ് ടെലികോം ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ വരുന്നത്. അതായത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിലൂടെ നമ്മൾ ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ താങ്ക് യു.